നഷ്ടമാകും. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഒരുപാട് കടങ്ങൾ ഓൾറെഡി ഉണ്ട് അതിന്റെ കൂടി ഇതും. അതുകൊണ്ട് ഞാൻ ഈ മുഖത്ത് ഞാൻ പോകുന്നു. എനിക്ക് ജീവിച്ചിട്ട് കൊതി തന്നിട്ടില്ല. ജയസൂര്യ അഭിനയിച്ച വെള്ളം എന്ന സിനിമ മലയാളികൾ ഒരിക്കലും മറക്കില്ല. ആ സിനിമയിലൂടെ ഏറ്റവും ശ്രദ്ധ നേടിയ വ്യവസായം നിർമ്മാതാവുമായ മുരളി കുന്നംപുറത്തിന്റെ ജീവിതം ഇന്ന് വളരെയധികം ദയനീയ അവസ്ഥയിലൂടെയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് വെള്ളം എന്ന സിനിമയിലൂടെയൊക്കെ മലയാളികൾ കണ്ടത്. എന്നാൽ ഇപ്പോഴത്തെ ബിസിനസ്സിലും സിനിമാ രംഗത്തും തനിക്ക് നേരിട്ട വഞ്ചനകളും നഷ്ടങ്ങളും ജീവിതത്തെ തകർത്തുവെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് പ്രൊഡ്യൂസറായ മുരളി കുന്നംപുറം. ജീവിതത്തിൽ ഒരുപാട് ചതികൾ പറ്റിയിരിക്കുകയാണ്. ബിസിനസ്സിൽ ഒരുപാട് ചതികളായി. ടെയിൽസ് ദുബായിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും ഒക്കെ കയറ്റി അയച്ചിട്ട് മലയാളികൾ വഴി ഒരുപാട് പൈസ ഇപ്പോൾ തനിക്ക് കിട്ടാനുമുണ്ട്. ഇതിനിടയിൽ 2-3 സിനിമകൾ നിർമ്മിച്ചു. അതിൽ ഒരു സിനിമ വലിയ പരാജയമാണ് തനിക്ക് സംഭവിച്ചത്. വെള്ളത്തിന് ശേഷം രണ്ടാമതായി നിർമ്മിച്ചത് നദികളിൽ സുന്ദരി യമുന എന്ന സിനിമയാണ്. പക്ഷെ അത് എനിക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. 2 കോടിയോളം രൂപയാണ് നഷ്ടം വന്നത്. പിന്നീടാണ് അറിയുന്നത് ഇതിലെ സംവിധായകനും അസിസ്റ്റന്റ് ഡയറക്ടറിനും ഒന്നും സിനിമ എന്ന് പറഞ്ഞ ഒരു കാര്യം പോലും അറിയില്ലെന്ന്. മൂന്നാമതെടുത്ത സിനിമയായിരുന്നു സുമതി വളവ്. പലരുടെയും വിചാരം ഈ സിനിമ വലിയ വിജയമാണെന്നാണ്. എൻ്റെ ജീവിതം ഇന്ന് കൈവിട്ടുപോയ അവസ്ഥയാണ്. എൻ്റെ മക്കളുടെയും ഭാര്യയുടെയും കൂടെ ജീവിച്ചിട്ട് മതിയായിട്ടില്ല. സുമതി വളവ് എന്ന സിനിമ കാരണം തനിക്ക് നഷ്ടമായത് 7 കോടിയോളം രൂപയാണ്. ഇന്ന് കടക്കാരനെ ജീവിക്കാൻ സമ്മതിക്കാത്ത അവസ്ഥ. അഭിലാഷ് പിള്ള, വിഷ്ണു എന്നിവരെയൊന്നും ജീവിതത്തിൽ ആരും വിശ്വസിക്കരുത്. അവന് ഡയറക്ഷൻ എന്താണെന്ന് പോലും വിഷ്ണുവിന് അറിയില്ല. എൻ്റെ ഒരു നല്ലൊരു ജീവിതമാണ് ഈ സിനിമാക്കാർ എല്ലാവരും കൂടി കളഞ്ഞത്. എനിക്കിനി ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമില്ലെന്നും താനെല്ലാം അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ വേദനയോടുകൂടിയാണ് മുരളി വീഡിയോ പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഇത്രയും ജീവിതാനുഭവമുള്ള നിങ്ങൾ ഈ സിനിമാക്കാരെയൊക്കെ എന്തിനു വിശ്വസിക്കുന്നു എന്നും ഒരുപാട് പേരാണ് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ടൊക്കെ ഇപ്പോൾ കമന്റുമായി വരുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.